അപ്പോൾ ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ +2 മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് അല്ലേ, സിമ്പിൾ ചാപ്റ്റർ ആണ്. അതിൽ പക്ഷേ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ഫംഗ്ഷൻ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ അതിൽ 2 കണ്ടീഷനൊക്കെ ഉണ്ട് അല്ലേ. ഒരു 1-1 ടൈപ്പ് ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ എന്താ ഒരു on-to ഫംഗ്ഷൻ ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ? യെസ്, വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ 1-1 ഫംഗ്ഷൻ വേണം. അപ്പോൾ 1-1 ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഉയരെ കട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്തവർ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ ഇത് കാണുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരോടും നല്ല ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഇതിൽ കോപ്പി അടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ വീഡിയോ നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പി അടിക്കുന്ന സീനുണ്ട്. പക്ഷേ കോപ്പി അടിക്കുന്നത് തെറ്റാണ്. ഫസ്റ്റ് ടൈം കോപ്പി അടിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ കോപ്പി അടിച്ചൊരു എക്സാം എഴുതിയിട്ട് ഒരു കാര്യമില്ല. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ മാത്രം വേണ്ടിയിട്ട് കാണിക്കുകയാണ്. ഒരു ക്ലാസ് റൂം സീനൊക്കെയാണ്, നിങ്ങൾക്ക് രസമായിരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളെ കോപ്പി അടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ പഠിപ്പിക്കുകയോ ഒന്നുമല്ല. ഈ എക്സാമ്പിൾ നോക്കുക, നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. നമ്മുടെ മാത്തമാറ്റിക്സ് റിയൽ ലൈഫിൽ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഒന്നും അറിയാണ്ട് നിങ്ങൾ ഡെയിലി ലൈഫിൽ എവിടെ യൂസ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക, അതിൽ നിന്ന് പഠിപ്പിക്കുന്ന ലെസൺസ് എടുക്കണ്ട. പക്ഷേ ഇതിൽ എവിടെയാണ് 1-1 ഫംഗ്ഷനോ അല്ലെങ്കിൽ on-to ഫംഗ്ഷനോ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തോ. കിരൺ വന്നു നന്നായി. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിന് മൊത്തം ആൻസറും പറഞ്ഞു. വെറുതെ ഉടായ്പ പറയല്ലേ. കിരൺ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഫുള്ള് കിട്ടി. അപ്പോൾ ഈ പ്രാവശ്യം കിരൺ എന്ത് ചെയ്യണം? MCQ ടെസ്റ്റാണ്. MCQ ടെസ്റ്റ് ആയതുകൊണ്ട് എന്താ ഓപ്ഷൻസ് കറക്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ സിമ്പിൾ ട്രിക്ക് പറഞ്ഞില്ലേ, എക്സാം ചതിക്കല്ലേ മോനെ. അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ A ഓപ്ഷൻ ആണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ കാണിക്കും. A ആണെങ്കിൽ നെറ്റിട്ട് വിടണം, A ആണെങ്കിൽ നെറ്റി, B ആണെങ്കിൽ എന്താ എവിടെ തൊടണം? മൂക്ക് തൊടണം, C ആണെങ്കിൽ ചുണ്ട്, D ആണെങ്കിൽ ചിൻ അല്ല താഴേക്ക്. അപ്പം A B C D മാറിപ്പോരുത്. എക്സാമിന് മാറിപ്പോയി മൊത്തം പോയി MCQ 10 ക്വസ്റ്റിനുള്ളൂ ഫുൾ മാർക്കിംഗ് ചെയ്യണം. ഉറപ്പല്ലേ? റെഡി. അപ്പം ബെല്ലടിച്ചു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വാ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മിസ് കംപ്ലീറ്റ്. അപ്പൊ എങ്ങനെയുണ്ട് എക്സാം തകർത്ത് കിരൺ സാർ മാത്രം കാരണം താങ്ക് യു. അപ്പോൾ ഫുൾ മാർക്ക് കിട്ടി. അപ്പോൾ ഓപ്ഷൻ 5 C അല്ലേ? സി. ഓക്കെ, അതോടെ എല്ലാം റെഡിയായി, ഫുൾ സെറ്റായി, അടിപൊളി. എനിക്കൊന്നും പറഞ്ഞു തരണം, ഒന്നും ഞാൻ പഠിച്ചില്ല ഇന്നത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പഠിച്ചു വരണം, എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇനി പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? എനിക്ക് എന്തിനും പറഞ്ഞാ ഞാനൊരു ട്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇങ്ങനെ കോപ്പി അടിക്കാൻ വേണ്ടി. സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാവില്ല. ഈ ട്രിക്കൊക്കെ എല്ലാരും പറയുന്നത് അലനെ ആ കിരണിനെ ഒക്കെ മിസ് പിടിച്ചിട്ടുള്ളത് എനിക്ക് പേടിയാ. അത് വേറെ ട്രിക്ക്, ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ട്രിക്കാണ്. ഇത് ഉപയോഗിച്ചാല് സിമ്പിൾ ആയിട്ട് കോപ്പി അടിക്കാൻ ആരും കണ്ടുപിടിക്കില്ല. ഞാൻ പറഞ്ഞു തരട്ടെ, സംഭവം സിമ്പിൾ ആണ്. മറ്റോമാര് ഇങ്ങനെ എന്തോ കാണിച്ചിട്ടുള്ള പരിപാടി ഇല്ല, അത് ടീച്ചർമാർക്ക് മനസ്സിലാവും. ഞാൻ വേറെ ഐഡിയ പറഞ്ഞുതരാം. ഞാൻ എന്റെ മൂക്കിന്റെ മുകളിൽ എവിടെ തട്ടാലും അതെന്താണെന്ന് അറിയോ? A ആണ് ഓപ്ഷൻ. മൂക്കിന്റെ താഴെ ഇവിടെ വരെ B ആണ്. ഇപ്പൊ ചുണ്ട് ഇവിടെ തട്ടിയാല് B ആണ്. ഞാൻ തട്ടിയാൽ തന്നെ B ആണ്. ഈ കഴുത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ C ആണ്. കഴുത്ത്, ഷോൾഡർ ഒക്കെ ഞാൻ എവിടെ തട്ടിയാലും C ആണ്. കാലുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചാല് അത് D ആണ്. അപ്പം ആ ഒരു ഏരിയ വെച്ച് നമുക്ക് കളിക്കാം. അപ്പം പിന്നെ നമുക്ക് ടീച്ചർമാർ അങ്ങനെ പിടിക്കില്ല. ഇത് ലാസ്റ്റ് ആണ്, ഇനി ലാസ്റ്റ് ട്രിക്കാണ്. അല്ല അർച്ചന, എന്താ സംഭവിച്ചത്? നമ്മൾ രണ്ടുപേരും മാർക്ക് പോയല്ലോ. എനിക്ക് ഫുൾ മാർക്ക്, എനിക്ക് 10 മാർക്ക് കിട്ടി. എനിക്ക് ഫുൾ മാർക്കോ? എനിക്ക് 0 ഉണ്ടല്ലോ. ഞാൻ നിങ്ങളുടെ നല്ല ഫുൾ മാർക്ക് പിടിച്ചേ. നീ അതിന് ഞാൻ കാണിക്കുന്നൊന്നല്ല കാണിച്ചു, ഞാൻ ആലോചിക്കുമ്പത്തേ നീ എടുത്തു. ഞാൻ എത്ര വിളിച്ചു, നീ നോക്കിയത് പോലും ഇല്ല. എന്താ അടിപൊളി ട്രിക്ക്. പിന്നെ നിന്റെ ഒരു പൊട്ട ട്രിക്ക് നിനക്ക് പഠിക്കാനും പറ്റില്ല, കോപ്പി അടിക്കാനും അറിയില്ല, ഒന്നിനും കൊള്ളൂല.
ഇപ്പോഴും കണ്ട് കഥയൊക്കെ മനസ്സിലല്ലേ? അപ്പോൾ ഓർക്കണം, കോപ്പി അടിക്കുന്നത് തെറ്റാണ്, കോപ്പി അടിക്കാൻ പാടില്ല. പക്ഷേ നമുക്ക് ഈ കഥയിലെ പോയിന്റിലേക്ക് വരാം. എന്താണ് സംഭവിച്ചത്? ഞാനും കിരൺ സാറും കൂടി MCQ എക്സാം, മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം, അപ്പം എന്താ ABCD ഓപ്ഷൻ ഉള്ളൂ, അതിന് വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു ABCD അല്ലേ, 4 സൈൻ അല്ലേ. A ആണ് ഇവിടെ, B ആണ് ഇവിടെ, C ആണ് D ആണ് ഇവിടെ. ഓക്കെ. പക്ഷെ അലക്സ് സാറും അർച്ചന മിസ്സും വേറെ ഭയങ്കര മെത്തേഡൊക്കെ വന്നു അല്ലേ. എന്താണ്? A ആണെങ്കിൽ നെറ്റി, കണ്ണ്, പുരുകം, തല, എന്തൊക്കെയോ. B ആണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെ എന്ത് തൊട്ടാലുമാണ്. C ആണെങ്കിൽ ഇവിടെ കടിയാണ്, കാല് എന്നൊക്കെ പറഞ്ഞു. എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ എന്താണ് വ്യത്യാസം വന്നത്? എന്താണ് വ്യത്യാസം? അപ്പോൾ അർച്ചന മിസ് അറിയാണ്ട് മുഖം ചൊറിയുമ്പോഴോ കണ്ണട തൊടുമ്പോഴോ എന്ത് ചെയ്യുമ്പോഴോ അലക്സ് സാർ ആൻസർ ആണെന്ന് വിചാരിക്കും അല്ലേ, അറിയാണ്ടൊക്കെ മുഖം തൊട്ടുപോലെ. പക്ഷേ ഞങ്ങൾ ഉപയോഗിച്ച മെത്തേഡ് എന്താ? ക്ലിയറാണ്. ഇവിടെയാണ് ABC. അപ്പോൾ അറിയാണ്ട് ചൊറിഞ്ഞാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സിമ്പിളായിട്ട് നമ്മുടെ ആരോ ഡയഗ്രാമിൽ കാണിച്ചു തരാം എന്താണ് വ്യത്യാസം. ഇതിലെവിടെയാണ് ഫംഗ്ഷൻ വരുന്നതെന്ന് തന്നെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഫംഗ്ഷൻ ഇത്രേ ഉള്ളൂ. എന്താണ് നമ്മളിവിടെ കോഡാക്കുക അല്ലേ, നമ്മൾ കോഡാക്കുക. എന്താണ്? നമ്മുടെ ആൻസർ കോഡാക്കിയിട്ട് ഫംഗ്ഷൻ ആക്കിയിട്ട് നമ്മൾ എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ, വേറെ ആർക്കും മനസ്സിലാവാത്ത അല്ലേ. അപ്പം തല കാണിച്ചാൽ ഓപ്ഷൻ എ അല്ലേ, അലൻ സാറിൻ്റെയും കിരൺ സാറിൻ്റെയും മെത്തേഡിൽ തല കാണിച്ചാൽ മൂക്കോ B, ചുണ്ടല്ലേ വാൻ്റെ C, പിന്നെന്താ ചിഹ്നായ D. സിമ്പിൾ അല്ലേ. അപ്പം ഇങ്ങനെ കുറേ വരേണ്ട ഇതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് കിരൺ സാർ കാണിക്കും, അലൻ സാറിന് മനസ്സിലാവും ഇതാണെന്ന്. അപ്പോൾ അലൻ സാർ ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാവും, ഓ തല കാണിച്ചാൽ A ആണെന്ന്, അല്ലെ B ആണെന്ന്, മൂക്ക് കാണിച്ചാൽ ഒക്കെ മനസ്സിലാവും. വെരി സിമ്പിൾ, എല്ലാവർക്കും അറിയാം. പക്ഷേ അലക്സ് സാറും അർച്ചന മിസ് തെറ്റെന്താ? എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ അലക്സ് സാർ തല, കണ്ണ്, മുടിയൊക്കെ ആണെങ്കിൽ A, ഇവിടെ മൂക്കിൻ്റെ അറ്റം, ചുണ്ട്, എന്താണേലും എന്താ B. അങ്ങനെ ഓരോ ഓപ്ഷന് കുറേ എന്താണ് ഇൻപുട്ട് ഉണ്ട് അല്ലേ. നമ്മൾ ഇതിനെന്താ വിളിക്കുക? ഡൊമെയിനും. ഇവിടെ എന്താണ് വിളിക്കുക? നമ്മൾ റേഞ്ച് അല്ലെ, കോഡൊമെയിൻ എന്ന് പറയും. അപ്പം ഇതിനെന്താ വിളിക്കുക? ഓപ്ഷൻ എക്ക് എന്തൊക്കെ നമുക്ക് കാണിക്കാം? ഓപ്ഷൻ എക്ക് തല കാണിക്കാം, കണ്ണ് കാണിക്കാം, മുടി കാണിക്കാം. അപ്പം ഓപ്ഷൻ എ എന്നുള്ള ഇമേജിന് കുറേ പ്രീ ഇമേജ് ഉണ്ട് അല്ലേ, അപ്പോൾ ഈ ഓപ്ഷൻ എക്ക് കുറേ ഇൻപുട്ട് ഉണ്ട്, കുറേ കാര്യങ്ങൾ കൊടുത്താൽ എല്ലാത്തിനും എന്താ ഓപ്ഷൻ എ ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടുന്ന് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഓപ്ഷൻ എക്ക് ഇതുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറേ ആൾക്കാർ ഒരെണ്ണത്തിലേക്ക് പോകുന്നില്ലേ, കുറേ ഇൻപുട്ട് സെയിം ആളുടെ ഇരിക്കും അല്ലേ. മെനി ടു വൺ, അതിനാണ് മെനി ടു വൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1-1 ഫംഗ്ഷൻ എന്താണ്? മെനി ടു വൺ ഫംഗ്ഷൻ അല്ലാത്ത ഫംഗ്ഷൻ. ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ മൂക്കും ചുണ്ടും എല്ലാം കൂടി എന്താ ബിയിലേക്ക് പോകുന്നു അല്ലേ, ഒരാൾ മാത്രമല്ല. പക്ഷേ അലൻ സാറും കിരൺ സാറിൻ്റെ എക്സാമ്പിൾ നോക്കിയേ, 1. ഇവിടെ എന്താണ്? തലയ്ക്ക് ഓപ്ഷൻ എക്ക് ആകെ ഒരു പ്രീ ഇമേജ് ഉള്ളൂ അല്ലേ, 1 to 1 അല്ലേ. ഒരെണ്ണത്തിലേക്ക് പോകുന്നു, അതിനാണ് 1-to-1 ഫംഗ്ഷൻ പറയുന്നത്. അപ്പം നമുക്ക് ഏതാ ഇഷ്ടം? നിങ്ങൾ ഏതാണ് ഓർത്തിരിക്കേണ്ടത്? യെസ്, 1-to-1 ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. കാരണം നമുക്ക് ഇൻവെർട്ടിബിൾ ആണ് അടുത്ത പഠിക്കാനുള്ള ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ. അതിൻ്റെ ഒരു മെയിൻ കണ്ടീഷനാണ് 1-1 ഫംഗ്ഷൻ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ എക്ക് ഇവിടെ കണ്ണും മൂക്കും ചൊറിയിലും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ എന്താ പ്രശ്നം? അപ്പോൾ കോപ്പി അടിക്കുന്ന ആൾക്ക് അറിയില്ല അല്ലേ, എന്താ സംഭവിക്കുന്ന കുറേ ഇൻകൺവീനിയൻസ് ആണ്. കോപ്പി അടിക്കാൻ പറ്റും, പക്ഷേ ഇൻകൺവീനിയൻസ് ആണ്. 1-to-1 ഫംഗ്ഷൻ ആയിട്ട് ക്ലീൻ ആണ് അല്ലേ. തല ചൊറിയാണ് ഇത് ഓപ്ഷൻ എക്ക് വേറെ ഒന്നുമില്ല. ഓപ്ഷൻ എക്ക് ഞാൻ കൈ ചൊറിയുന്നതോ ഞാൻ ആകാശം നോക്കുന്നോ ഒന്നുമില്ല. അതുകൊണ്ട് എന്താണ് ഗുണം? തല ചൊറിഞ്ഞാൽ മാത്രം ഓപ്ഷൻ എന്ന് എനിക്കറിയാം. അപ്പോൾ 1-to-1 ഫംഗ്ഷൻ ആണിത് അല്ലേ. അപ്പോൾ ഫംഗ്ഷൻ്റെ കണ്ടീഷൻസ് എന്തായിരുന്നു? എല്ലാം ഇൻപുട്ടിനും ഒരു ഔട്ട്പുട്ട് വേണം അല്ലേ. വെയിങ് മെഷീൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആര് നിന്നാലും ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും, വെയിറ്റ് ഉണ്ടാവും. പിന്നെ ഫംഗ്ഷൻ്റെ എല്ലാവർക്കും ഉണ്ടാവും. പിന്നെന്താണ്? എല്ലാവർക്കും ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം ഈ തല കാണിച്ചാൽ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും അല്ല, ഓപ്ഷൻ എ മാത്രം അല്ലേ. ഇപ്പം മൂക്ക് കാണിച്ചാൽ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഒന്നുമല്ല, ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ അല്ലേ. നിങ്ങൾ വെയിങ് മെഷീനിൽ നിന്നാൽ നിങ്ങൾക്ക് ഒരു വെയിറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആദ്യം നിന്നു 50 kg, പിന്നെ 2 മിനിറ്റ് കഴിയുമ്പോൾ നിൽക്കുമ്പോൾ എന്താ 55 kg ആവും? ഇല്ല ഇല്ലേ. മാത്തമാറ്റിക്സിൽ ടൈമില്ല, നിങ്ങൾ 10 മിനിറ്റ് അങ്ങനെ സംഭവമില്ല. പക്ഷെ നിങ്ങളുടെ വെയിറ്റ് മാറില്ല, നിങ്ങൾക്കൊരു വെയിറ്റ് ആവും, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. വെയിങ് മെഷീൻ്റെ എക്സാമ്പിൾ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ല, ആലോചിക്കേണ്ട എന്താണ്? 1-1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1-to-1 ആണ് അല്ലേ. ഒരെണ്ണത്തിലേക്ക് പോകുന്നുള്ളൂ. ഒരു ഇമേജിന് ഒരേ ഒരു പ്രീ ഇമേജ് ഉള്ളൂ അല്ലേ. ഓപ്ഷൻ എക്ക് വേറെ എന്താ ഒരു പ്രീ ഇമേജും ഇല്ല ഡൊമെയിനിൽ. ഇനിയിപ്പോൾ അത് ഓർമ്മയിൽ എന്താ? മെനി ടു വൺ ആലോചിക്കാം. മെനി ടു വൺ സിമ്പിൾ അല്ലേ. മെനി ടു വൺ. അപ്പം എന്താ കുറേ കാര്യങ്ങളിൽ നിന്ന് ഒരെണ്ണത്തിലേക്ക് പോകുന്നത്, അത് മനസ്സിലാവും. അപ്പോൾ 1-1 നിങ്ങൾക്ക് എന്താണെങ്കിലും ക്ലിക്ക് ആവും. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻസിൽ ഇൻവെർട്ടിബിൾ ആവണേ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കണ്ടീഷനാണ് 1-1. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും അടിപൊളി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇങ്ങനത്തെ ക്ലാസ് റൂം, നമ്മളിതിനെ ക്ലാസ് റൂം സീൻസ് അല്ലെ ക്ലാസ് റൂം കട്ട്സ് എന്ന് വിളിക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇനി കാണണമെങ്കിൽ, അപ്പോൾ വെറുതെ ഡ്രാമ കളിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്സ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്ത
എല്ലാം പഠിക്കണമെങ്കിലോ അതിന്റെ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, ഫുൾ പവർ ആവട്ടെ. നമുക്ക് എന്താ +2 തകർക്കണ്ടേ?